ഹായ് ഫ്രണ്ട്സ്, എല്ലാ പ്രിയ കൂട്ടുകാർക്കും ബ്രൂസ്ലി PSCയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്ന ഇനി വരാൻ പോകുന്ന പരീക്ഷകൾക്ക് തീർച്ചയായിട്ടും മാർക്ക് നിങ്ങൾക്ക് വാരിക്കൂട്ടി തരാൻ പോകുന്ന ഒരു നമ്മുടെ കറണ്ട് അഫയേഴ്സിൻ്റെ ഒരു കോർ ഏരിയയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മുടെ പുതിയ കേന്ദ്ര മന്ത്രിസഭ. ഓക്കെ, അവയുമായി ബന്ധപ്പെട്ട എല്ലാ ഡീറ്റെയിൽസും നമ്മൾ നോക്കി പോകുന്നുണ്ട്. അല്പം ലെങ്ത് കൂടിയ വീഡിയോ ആയിരിക്കും, എന്നാലും നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കാണണം. കാരണം നമ്മൾ മുഴുവൻ ഫാക്റ്റും നമ്മൾ കവർ ചെയ്ത് പോവുകയാണ്. അപ്പം വീഡിയോ എല്ലാവരും കാണാൻ ശ്രമിക്കുക. നമുക്ക് മാക്സിമം ചെറിയ കോഡൊക്കെ ഉപയോഗിച്ച് പഠിക്കാം നോക്കാം. നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ എന്തെങ്കിലും കോഡൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ അത് താഴെ ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ഓക്കെ, അപ്പം എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ നോക്കണം. നമ്മുടെ കേന്ദ്ര മന്ത്രിസഭയാണ്, പുതിയ അപ്ഡേറ്റഡ് വിവരങ്ങളാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ നോക്കി പോകണം. ഈ PDF എന്ന് പറയുന്നത് നമ്മുടെ വോക്കസ്പീഡിയയുടെ നമ്മുടെ ടെലിഗ്രാം ചാനലിലുള്ളൊരു സ്റ്റഡി ഗ്രൂപ്പാണ് വോക്കസ്പീഡിയ. അവരുടെ PDF ആണ്. അപ്പം നമുക്ക് ഡീറ്റെയിൽസിലായിട്ട് കിടക്കാം. അപ്പം 2024 ജൂൺ 9 എന്താണ് രാത്രി 7:30. സമയമൊന്നും ഇമ്പോർട്ടൻ്റ് അല്ല. നരേന്ദ്രമോദി സർക്കാരിൻ്റെ പുതിയ മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്തു. ഓക്കെ, നമ്മൾ എക്സ്ട്രാ കുറച്ച് ഫാക്റ്റ് കൂടി നോക്കി പോകുന്നുണ്ട്. അതിനുശേഷമായിരിക്കും നമ്മുടെ മന്ത്രിമാരും അവയുടെ വകുപ്പുകളും നോക്കുന്നത്. ഈ ഫാക്റ്റുകളെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പം കൃത്യമായിട്ട് തന്നെ നിങ്ങൾ സ്റ്റഡി ചെയ്ത് പോകാൻ ശ്രമിക്കുക. ഒരു പോയിൻറ്റുകൾ മിസ്സാക്കരുത്. അപ്പം ഡേറ്റ് നോക്കണം, ജൂൺ 9, അതായത് 6-ാം മാസം 9-ാം തീയതി. ഓക്കെ, 6-1 തലകുത്തനെ ഇട്ടാൽ ജൂൺ മാസം 9-ാം തീയതിയാണ്. ജവഹർലാൽ നെഹ്റുവിന് ശേഷം തുടർച്ചയായിട്ട് 3-ാം തവണയും 2014, 19, 24 അറിയായിരിക്കും തിരഞ്ഞെടുക്കപ്പെടുന്ന രണ്ടാമത്തെ പ്രധാനമന്ത്രിയാണ് 73-കാരനായ മോദി. ഈ രണ്ടാമത്തെ നെഹ്റുവിന് ശേഷം 2014, 19, 24 അതെല്ലാം കീ പോയിൻറ്റുകളാണ്. 73-കാരനായ മോദി വാരണാസിയിൽ നിന്നാണ് മോദി വീണ്ടും ലോകസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. അപ്പം മോദിയുടെ നോക്കണം, ലോകസഭ ഏതാണ്, സീറ്റ് ഏതാണ്, വാരണാസിയാണ്. ഓക്കെ, വാരണാസിയിൽ നിന്നാണ്. രാഷ്ട്രപതി ഭവനിൽ വെച്ച് രാഷ്ട്രപതി ദ്രൗപദി മുർമു പ്രധാനമന്ത്രി മോദിക്കും നരേന്ദ്രമോദിക്കും മറ്റു മന്ത്രിമാർക്കും സത്യവാചകം ചൊല്ലിക്കൊടുത്തു. പ്രധാനമന്ത്രി ഉൾപ്പെടെ 72 അംഗ മന്ത്രിസഭയാണ് അധികാരമേറ്റത്. അപ്പം 72 അംഗ മന്ത്രിസഭയാണ്. കേരളത്തിൽ നിന്നും സുരേഷ് ഗോപിയും ജോർജ് കുര്യനും 2 പേരുണ്ട് കേട്ടോ, ശ്രദ്ധിക്കണം. ജോർജ് കുര്യനും സുരേഷ് ഗോപിയും സഹമന്ത്രിയായി മന്ത്രിസഭയിലുണ്ട്. അപ്പോൾ കേരളത്തിൽ നിന്നുള്ള പ്രധാനമന്ത്രിമാരാണ് സുരേഷ് ഗോപിയും ജോർജ് കുര്യനും. നരേന്ദ്രമോദിക്ക് പുറമെ 30 ക്യാബിനറ്റ് മന്ത്രിമാരും 30 പ്ലസ് 5 പേർ സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രിമാരും പ്ലസ് 36 സഹമന്ത്രിമാരും 36. ടോട്ടലായിട്ട് എത്ര ഉണ്ട്? 71 പ്ലസ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അങ്ങനെ ടോട്ടൽ 72 പേരാണ്. കണ്ടോ, നേരത്തെ പറഞ്ഞാൽ 72 മന്ത്രിസഭയാണ്. അതിൽ 30 ക്യാബിനറ്റ് മന്ത്രിമാരാണ്. ഇതെല്ലാം നോക്കി വയ്ക്കണം പോയിന്റുകൾ. 30 കേന്ദ്രമന്ത്രിമാർ, 5 സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രിമാർ, 36 സഹമന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്തു. ഒരു പ്രൈം മിനിസ്റ്റർ ഉൾപ്പെടെ 72 മന്ത്രിമാരാണ്. സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രി സ്ഥാനം നിരസിച്ച ആദ്യ ദിനം തന്നെ പ്രതിഷേധിച്ചത് NCP നേതാവായ അജിത് പവാറാണ്. ഓക്കെ, അജിത് പവാറാണ്. ഈ പോയിന്റുകളെല്ലാം നോക്കി വയ്ക്കണം. നിങ്ങൾക്കറിയാമല്ലോ എത്രമാത്രമാണ് കറണ്ട് അഫയേഴ്സ് വലിച്ചു കീറി PSC കേൾക്കണമെന്ന് അറിയാം. കീറി മുറിച്ച് അതിൻ്റെ ആത്മാവ് വരെ എടുത്തിട്ടാണ് PSC ഇപ്പം കറണ്ട് അഫയേഴ്സ് ചോദിക്കുന്നത്. അതുകൊണ്ട് ഈ പോയിന്റുകളെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. സഹമന്ത്രി സ്ഥാനം നിരസിച്ച NCP നേതാവായത് നേട്ടനിൽ അജിത് പവാറാണ്. ആദ്യമായി സത്യപ്രതിജ്ഞ ചെയ്തത് മോദി ആയിരിക്കും, അറിയാമല്ലോ. രണ്ടാമതായിട്ട് രാജ്നാഥ് സിംഗ് ആണ്. തുടർന്ന് അമിത്ഷാ, നിതിൻ ഗഡ്കരി, JP നഡ്ഡ, ശിവരാജ് സിംഗ് തുടർന്നവർ സത്യപ്രതിജ്ഞ ചെയ്തു. 11 പേർ ഘടകകക്ഷികളിൽ നിന്നാണ്. ഓക്കെ, 11 പേർ ഘടകകക്ഷിയിൽ നിന്നും ക്യാബിനറ്റ് പദവി ലഭിച്ചവരാണ് HD കുമാരസ്വാമി, ജിതിൻ റാം, ലാലൻ സിംഗ്, റാം മോഹൻ നായിഡു, ചിരാഗ് പസ്വാൻ എന്നിവർ. അപ്പം ക്യാബിനറ്റ് പദവി ലഭിച്ചൊരു ഘടകകക്ഷി, അതായത് BJPയിലുള്ള ആളല്ല, ബാക്കി ഘടകകക്ഷിയിൽ നിന്നുള്ള ആൾക്കാർക്ക് കിട്ടിയ ക്യാബിനറ്റ് പദവികൾ ആർക്കൊക്കെയാണ്? HD കുമാരസ്വാമിക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ ജിതൻ റാം മാഞ്ചി കിട്ടിയിട്ടുണ്ട്. ലാലൻ സിംഗിന് കിട്ടിയിട്ടുണ്ട്. റാം മോഹൻ നായിഡുവിന് കിട്ടിയിട്ടുണ്ട്. ചിരാഗ് പസ്വാന് കിട്ടിയിട്ടുണ്ട്. ഘടകകക്ഷികളിൽ നിന്നും സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രിമാരായത് പ്രതാപ് റാവു ജാദവും ജയന്ത് ചൗധരിയുമാണ്. ഘടകകക്ഷിയിൽ നിന്നുള്ള സഹമന്ത്രിമാരാണ്, ജസ്റ്റ് ഒന്ന് കേട്ടു വയ്ക്കുക: രാംനാഥ ടാക്കൂർ, ചന്ദ്രശേഖർ പെമാസാനി, അനുപ്രിയ പട്ടേൽ, ചന്ദ്രശേഖർ പെമാസാനി, രാംനാഥ ടാക്കൂർ, രാംദാസ്.
അടുത്തതാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാത്ത പുതിയ കേന്ദ്രമന്ത്രിസഭയിൽ ക്യാബിനറ്റ് പദവി ലഭിക്കുന്നവർ ആരാണ്? നിർമ്മല സീതാരാമൻ, എസ് ജയശങ്കർ, അശ്വിനി വൈഷ്ണവ്. ഓക്കെ, ഇവരിപ്പം നിലവിലത്തെ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടില്ല. അപ്പോൾ ഇവരെന്തായിരിക്കും? രാജ്യസഭാ അംഗങ്ങളായിരിക്കും. ഓക്കെ, നമുക്കറിയാലോ ഇത് കേന്ദ്രമന്ത്രി സ്ഥാനം വഹിക്കണമെങ്കിൽ ഒന്ന് ലോക്സഭയിലോ അല്ലെങ്കിൽ രാജ്യസഭയിലോ മെമ്പേഴ്സ് ആയിരിക്കണം. പുതിയ NDA മന്ത്രിസഭയിൽ കേരളത്തിൽ നിന്നും ഉൾപ്പെട്ടവർ ആരാണ്? നമ്മൾ നേരത്തെ പറഞ്ഞു സുരേഷ് ഗോപിയും ജോർജ് കുര്യനുമാണ്. ഒന്നാം മോദി സർക്കാരിൻ്റെ കാലത്ത് ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ്റെ ഉപാധ്യക്ഷൻ ആയിരുന്നു ജോർജ് കുര്യൻ. 53-ാമനായാണ് സുരേഷ് ഗോപി സത്യപ്രതിജ്ഞ ചെയ്തത്. ജോർജ് കുര്യൻ 71-ാമത്. ഓക്കെ, ജസ്റ്റ് ഒന്ന് കേട്ട് വെച്ചാൽ അതൊന്നും ഇമ്പോർട്ടൻ്റ് അല്ല. 2024 74 വനിതാ പ്രതിനിധികളാണ് പാർലമെൻറ്റിൽ തിരഞ്ഞെടുക്കപ്പെട്ടത്. ആകെ അംഗങ്ങളുടെ 13.63% ഇത്തവണത്തെ പ്രാതിനിധ്യം. നോക്കണം, 74 പേരാണ് നിലവിലുള്ള പാർലമെൻറ്റിൽ തിരഞ്ഞെടുക്കപ്പെട്ടത്. 74 പേര്, 13.63, 13.63. ഇതും ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാൻ സാധ്യതയുണ്ട്. 13.63% നിലവിൽ തിരഞ്ഞെടുക്കപ്പെട്ടവയിൽ വനിതാ പ്രാതിനിധ്യം. 74 പേര്, 13.63%. പുതിയ മന്ത്രിസഭയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയാണ് വ്യോമയാന മന്ത്രിയായ കിഞ്ചരാപ്പു റാം മോഹൻ നായിഡു. ഏത് മന്ത്രിയാണ്? വ്യോമയാനാണ്. ഓക്കെ, റാം മോഹൻ നായിഡു ആണ്. 37 വയസ്സ്. ആന്ധ്രാപ്രദേശിലെ ശ്രീകാകുളം മണ്ഡലത്തെയാണ് പ്രതിനിധീകരിക്കുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കി വയ്ക്കണം. ഏറ്റവും ചെറുപ്പക്കാരനായിട്ട് കേന്ദ്രമന്ത്രിയാണ് റാം മോഹൻ നായിഡു. വ്യോമയാനാണ്. ഓക്കെ, വ്യോമയാനമാണ്. അതുപോലെ തന്നെയാണ് ആന്ധ്രാപ്രദേശിലെ ശ്രീകാകുളം മണ്ഡലത്തിൽ നിന്നാണ്. ശ്രീകാകുളം. തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടുവെങ്കിലും നിലനിർത്തിയ മുൻ സർക്കാരിലെ ഏക സഹമന്ത്രിയാണ് എൽ മുരുകൻ. ഓക്കെ, എൽ മുരുകൻ തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട് എന്നിട്ടും സർക്കാർ സഹമന്ത്രി സ്ഥാനം കൊടുത്തിട്ടുണ്ട്. എൽ മുരുകനാണ്. മന്ത്രിസഭയുടെ ആദ്യ തീരുമാനം ജസ്റ്റ് ഒന്ന് നോക്കണം. പ്രധാനമന്ത്രി ആവാസ് യോജന ഭവന നിർമ്മാണ പദ്ധതിയിൽ 3 കോടി വീടുകൾ കൂടി നിർമ്മിക്കാൻ മൂന്നാം മോദി സർക്കാരിൻ്റെ ആദ്യ മന്ത്രിസഭ യോഗം. പ്രധാനമന്ത്രിയായി ചുമതലയേറ്റ ശേഷം നരേന്ദ്രമോദി ആദ്യം ഒപ്പിട്ട ഫയൽ PM കിസാൻ സമാന നിധിയുമായി ബന്ധപ്പെട്ട ഫയലാണ്. അടുത്ത് നമുക്ക് ഓരോരുത്തരുടെ വകുപ്പുകൾ നോക്കാം. ഫസ്റ്റ് നമ്മുടെ പ്രധാനമന്ത്രിയാണ്. ഓക്കെ, മോദിയാണ്, അറിയാലോ. പ്രധാന വിഷയങ്ങളാണ് പേഴ്സണൽ പബ്ലിക് ഗ്രീവൻസ് ആൻഡ് പെൻഷൻസ്. ഏതാണ് പേഴ്സണൽ പബ്ലിക് ഗ്രീവൻസ് ആൻഡ് പെൻഷൻസ്? ആണവോർജം പ്രധാനമന്ത്രിയാണ്. അതിൽ ബഹിരാകാശ പ്രധാനമന്ത്രിയാണ്. ഒരു മന്ത്രിക്കും അനുവദിച്ചിട്ടില്ലാത്ത മറ്റു വകുപ്പുകളും എല്ലാ പ്രധാനപ്പെട്ട നയപരമായ വിഷയങ്ങൾ. അപ്പോൾ ഇത്രയും നോക്കണം. പേഴ്സണൽ പബ്ലിക് ഗ്രീവൻസ് ആൻഡ് പെൻഷൻസും ആണവോർജം, ബഹിരാകാശം. ഓക്കെ, ഇതെല്ലാം സ്പേസ് ടെക്നോളജി എല്ലാം നമ്മുടെ നരേന്ദ്രമോദിയുടെ കീഴിലാണ്. ബാക്കി വകുപ്പുകൾ നമുക്ക് നോക്കാം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാബിനറ്റ് മന്ത്രിമാർ നമ്മൾ എത്ര പറഞ്ഞാണ്? 30 ക്യാബിനറ്റ് മന്ത്രിമാരാണ് പറഞ്ഞിട്ടുള്ളത്. ആ 30ഉം പഠിച്ചു വയ്ക്കണം. ഓക്കെ, അടുത്ത് രാജ്നാഥ് സിംഗ്, അറിയാലോ, പ്രതിരോധം. രാജ്നാഥ് സിംഗ് പ്രതിരോധമാണ്. നമ്മൾ രാജാവിനെയല്ലേ നമ്മൾ ഡിഫെൻസ് ചെയ്യണത് കൂടുതലും. അപ്പം രാജ്നാഥ് സിംഗ് പ്രതിരോധമാണ്. കഴിഞ്ഞ വർഷം ഇയാൾ തന്നെയായിരുന്നു. കഴിഞ്ഞ മന്ത്രിസഭയിലും ഇയാൾ തന്നെയായിരുന്നു. രാജ്നാഥ് സിംഗ് രാജാവിനാണ് നമ്മൾ പ്രതിരോധം തീർക്കുന്നത്. അതേപോലെ അമിത് ഷാ ആഭ്യന്തരകാര്യം, സഹകരണം. നിതിൻ ഗഡ്കരി റോഡ് ഗതാഗതം, ഹൈവേസ്. അറിയാലോ, റോഡിലല്ലേ ഗട്ടറൊക്കെ ഉള്ളത് എവിടെയാണ്? റോഡിലും ബൈപ്പാസിലും ഹൈവേസും. ഓക്കെ, റോഡ് ഗതാഗതം, ഹൈവേസാണ് നിതിൻ ഗഡ്കരി. അപ്പോൾ അമിത് ഷാ ആഭ്യന്തരകാര്യവും സഹകരണവും, നിതിൻ ഗഡ്കരി റോഡ് ഗതാഗതം, ഹൈവേസാണ്. അടുത്താണ് ജഗത് പ്രകാശ് നഡ്ഡ. ആരോഗ്യം, കുടുംബക്ഷേമം, രാസവസ്തുക്കളും വളങ്ങളും. ഓക്കെ, ആരോഗ്യം, കുടുംബക്ഷേമം, രാസവസ്തുക്കളും വളങ്ങളും. ഇതെങ്ങനെ ഓർക്കാം? നമ്മൾ പണ്ട് ജഗദീഷിൻ്റെ സിനിമയൊക്കെ കാണുമല്ലോ. ഓക്കെ, ജഗതിയുടെ സിനിമകളൊക്കെ കാണുമല്ലോ. സിനിമ കൊണ്ട് നല്ലപോലെ നമ്മൾ ആനന്ദിക്കും, ചിരിക്കും, നല്ലപോലെ ചിരിക്കും. അപ്പം നമ്മൾ ഒരു സ്റ്റഡി ഉണ്ടല്ലോ, സയൻറ്റിഫിക് സ്റ്റഡി. ചിരിച്ചാൽ നമ്മുടെ ആയുസ് കൂടുമെന്ന് പറയില്ല, അത്രയേ ഉള്ളൂ. അതായത് ജഗതിയുടെ സിനിമ കണ്ട് നമ്മൾ ചിരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആയുസ് കൂടുമെന്ന് വെച്ചാൽ നമ്മുടെ ആരോഗ്യം കൂടും. നമ്മുടെ ആരോഗ്യം കൂടിക്കഴിഞ്ഞാൽ കുടുംബത്തിൽ ക്ഷേമം വരും. അപ്പോൾ കുടുംബക്ഷേമം, ആരോഗ്യം, കുടുംബക്ഷേമം. അടുത്തതാണ് രാസവസ്തുക്കളും വളങ്ങളും. അതായത് പ്രകാശം ഉണ്ടാക്കുക, എന്തെങ്കിലും രാസവസ്തുക്കൾ കൊണ്ട് പ്രകാശങ്ങൾ ഉണ്ടാക്കുമെന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക, എങ്ങനെയെങ്കിലും കണക്ട് ചെയ്ത് വയ്ക്കുക. അപ്പം ജഗതിയിലെ സിനിമ കണ്ട് നമുക്ക് ചിരിക്കുമ്പോൾ നല്ലപോലെ ആരോഗ്യം വരും. ആരോഗ്യം വരുമ്പോൾ നമ്മുടെ കുടുംബം നല്ല ക്ഷേമത്തിൽ പോകും. അത്രയൊന്നും ഓർത്താൽ മതി. അപ്പം ജഗത് പ്രകാശ്, ആരോഗ്യം, കുടുംബക്ഷേമം, രാസവസ്തുക്കളും വളങ്ങളും. അടുത്തതാണ് ശിവരാജ് സിംഗ് ചൗഹാൻ. ശിവരാജ് സിംഗ്
ചൗഹാൻ. എന്താണ്? കൃഷി കർഷക ക്ഷേമം ഗ്രാമവികസനം. ഓക്കെ, കൃഷി കർഷക ക്ഷേമം ഗ്രാമവികസനം. എന്നാണ് നമ്മുടെ കൃഷിക്കാരെയൊക്കെ ദൈവത്തെ പോലെ കാണണം എന്ന് ഓർത്താൽ മതി. കൃഷിക്കാരെയൊക്കെ ദൈവത്തെ പോലെ കാണണം. അത് ശിവൻ ദൈവമല്ലേ, ശിവരാജ് സിംഗ് ചൗഹാൻ. കൃഷി കർഷക ക്ഷേമം അല്ലെ ഗ്രാമവികസനം. അടുത്ത നിർമ്മല സീതാരാമൻ. ആരാണ്? നേരത്തെ ഉള്ളത് തന്നെയാണ്. ധനകാര്യം കോർപ്പറേറ്റ് ആണ്. എസ് സുബ്രഹ്മണ്യ ജയശങ്കർ അഥവാ ഡോക്ടർ സുബ്രഹ്മണ്യ ജയശങ്കർ ഏതാണ്? വിദേശകാരിയാണ്. നേരത്തെ ഉള്ളത് തന്നെയാണ്. ഡോക്ടർ എസ് ജയശങ്കർ അഥവാ ഡോക്ടർ സുബ്രഹ്മണ്യം ജയശങ്കർ ആരാണ്? വിദേശകാര്യമാണ്. അപ്പോൾ ഇത്രയും നമുക്ക് ജസ്റ്റ് ഒന്ന് ഓട്ടിച്ച് നോക്കാം. ഇനിയുണ്ട് രാജ്നാഥ് സിംഗ് പ്രതിരോധം, അമിത്ഷാ ആഭ്യന്തരകാര്യം സഹകരണം, നിതിൻ ഗഡ്കരി റോഡ് ഗതാഗതം ഹൈവേസ്, ജഗത് പ്രകാശ് ആരോഗ്യം കുടുംബക്ഷേമം രാസവസ്തുക്കളും വളങ്ങളും, ശിവരാജ് സിംഗ് എന്താണ്? കൃഷി കർഷകക്ഷേമം ഗ്രാമവികസനം. നിങ്ങൾ ശ്രദ്ധിക്കണം, ശിവരാജ് സിംഗിനാണ് കൃഷിയും കർഷക ക്ഷേമവും വരുന്നത്. പക്ഷേ നമ്മൾ രാസവളങ്ങൾ കൃഷിക്ക് വേണ്ടി ഉപയോഗിക്കുമെന്ന് വിചാരിച്ച് അങ്ങനെ ഒന്ന് കണക്ട് ചെയ്ത് വെക്കല്, അത് മാറിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പം അതൊന്ന് പറഞ്ഞാണ്. ആ ഭാഗത്തോട്ടൊന്ന് നിങ്ങൾ കടന്നു കയറി ചിന്തിച്ച് കളയല്. അപ്പോൾ ശിവരാജ് സിംഗ് ചൗഹാൻ കൃഷി കർഷകക്ഷേമം ഗ്രാമവികസനം. നിർമ്മല സീതാരാമൻ ധനകാര്യം കോർപ്പറേറ്റ്, എസ് ജയശങ്കർ വിദേശകാര്യം. അടുത്തതാണ് മനോഹർ ലാൽ ഖട്ടർ. എന്താണ്? ഭവന നഗരകാര്യവും ഊർജ്ജമാണ്. ഓക്കെ, ഭവന നഗരകാര്യവും ഊർജ്ജമാണ്. നമുക്കറിയാം നമ്മുടെ വീട്, നമ്മുടെ ഭവനങ്ങളൊക്കെ നല്ല രീതിയിൽ എന്താണ് ഡെക്കറേറ്റ് ചെയ്യുമല്ലോ നമ്മൾ. ഓക്കെ, നല്ല മനോഹരമായിട്ട് നമ്മൾ ഡെക്കറേറ്റ് ചെയ്യുമല്ലോ. അപ്പോൾ അതൊന്ന് ഓർത്തായി. അപ്പം മനോഹരമായിട്ട് എന്താണ്? ഭവന നഗരകാര്യം. ഈ മെയിനായിട്ട് നമ്മൾ ഡെക്കറേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഏതാണ്? LED ലൈറ്റ്സ് ഒക്കെ അല്ലേ. ഓക്കെ, സീരിയൽ സെറ്റ് അങ്ങനെയൊക്കെ ലൈറ്റിംഗ് ലാമ്പുകളല്ലേ. അപ്പോൾ അതിനെന്താണ് വേണ്ടത്? നമുക്ക് ഊർജ്ജം വേണ്ടേ, അതാണ് ഊർജ്ജം. ഓക്കെ, അപ്പോൾ ഭവന നഗരകാര്യം ഊർജ്ജം കിട്ടുമല്ലോ. മനോഹർ ലാൽ ഖട്ടർ ഭവന നഗരകാര്യം ഊർജ്ജം. മാറിപ്പോകരുത്, ആളുകളെ ഫേസും കൂടി ഒന്ന് ഓർത്ത് വെച്ചാൽ കേട്ടോ. അടുത്താണ് HD കുമാരസ്വാമി. എന്താണ്? ഹെവി ഇൻഡസ്ട്രീസും അതേപോലെ സ്റ്റീലും. ഹെവി ഇൻഡസ്ട്രീസും സ്റ്റീലുമാണ് HD കുമാരസ്വാമി. പീയൂഷ് ഗോയലാണ് വാണിജ്യം വ്യവസായം. വാണിജ്യം വ്യവസായം പീയൂഷ് ഗോയലാണ്. ധർമ്മേന്ദ്ര പ്രധാൻ. എന്താണ്? വിദ്യാഭ്യാസം. ഓക്കെ, നമുക്ക് വിദ്യാഭ്യാസം എല്ലാവർക്കും പ്രധാനമാണെന്ന് ഓർത്താൽ മതി. എഡ്യൂക്കേഷൻ ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. ധർമ്മേന്ദ്ര പ്രധാനാണ് വിദ്യാഭ്യാസം. ജിതൻ റാം മാഞ്ചി. എന്താണ്? ജിതൻ റാം മാഞ്ചി ഏതാണ്? സൂക്ഷ്മ ചെറുകിട ഇടത്തര വ്യവസായം. ഓക്കെ, ഇത് ഓർത്തിട്ട് കണക്ഷൻ ഒന്നും കിട്ടണില്ല. എന്തെങ്കിലും കിട്ടണമെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ജിതൻ റാം മാഞ്ചി സൂക്ഷ്മ ചെറുകിട ഇടത്തര വ്യവസായം. അടുത്തതാണ് രാജീവ് രഞ്ജൻ സിംഗ്. എന്താണ്? രാജീവ് രഞ്ജൻ സിംഗ്. പഞ്ചായത്ത് രാജീവ് കിട്ടുമല്ലോ. പഞ്ചായത്ത് രാജീവ്. അടുത്തതാണ് ഫിഷറീസ് മൃഗസംരക്ഷണം ക്ഷീരവികസനം. ഓക്കെ, ഇപ്പോൾ രാജീവ് രഞ്ജൻ സിംഗ് പഞ്ചായത്ത് ഫിഷറീസ് മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ്. ഇവയിലാർക്കാണ്? രാജീവ് രഞ്ജൻ സിംഗ് ആണ്. പഞ്ചായത്ത് ഫിഷറീസ് മൃഗസംരക്ഷണ ക്ഷീര വകുപ്പ്. അടുത്ത ഏതാണ്? സർബാനന്ദ സോനോവാൾ. എന്താണ്? തുറമുഖം ഷിപ്പിംഗ് ജലപാത. അറിയാലോ നിങ്ങൾക്ക്. എന്താണ്? നമ്മുടെ കപ്പലിലൊക്കെ പോകുമ്പം, സിനിമകളിലൊക്കെ കണ്ടിട്ടില്ലേ, കപ്പലിലൊക്കെ പോകുമ്പോൾ എന്താണ് നമ്മൾ കൂടുതലും വാള് വയ്ക്കുമെന്ന് ഓർത്ത്. വാള് വയ്ക്കും. എന്താണ്? ഛർദ്ദിക്കും. ഇപ്പോൾ കപ്പലിലൊക്കെ പോകുമ്പം കൂടുതലായിട്ട് ഛർദ്ദിക്കുമെന്ന് ഓർത്താൽ മതി. ഞാനും പോയിട്ടില്ല, ജസ്റ്റ് നമ്മൾ സിനിമകളിലൊക്കെ കണ്ടിട്ടില്ലേ കപ്പലയാത്രയൊക്കെ ചെയ്യുമ്പം ആരെങ്കിലൊക്കെ ഒന്ന് ഛർദ്ദിക്കുന്നത്. അപ്പോൾ അതൊന്ന് ഓർത്താൽ മതി. സർബാനന്ദ സോനോവാൾ. എന്താണ്? തുറമുഖം ഷിപ്പിംഗ് ജലപാത. ഇവയെല്ലാം സർബാനന്ദ സോനോവാളാണ്. അടുത്താണ് ഡോക്ടർ വീരേന്ദ്രകുമാർ. എന്താണ്? സാമൂഹിക നീതി ശാക്തീകരണം. എന്താണ്? സമൂഹത്തിൽ നീതി നടപ്പാക്കുന്ന ആരാണ്? നല്ല ശക്തിയുള്ള വീരന്മാരെന്നോർത്തായി. സമൂഹത്തിൽ നീതി നടപ്പിലാക്കുന്നത് ശാക്തീകരണം അതുപോലെ വീരന്മാരെന്നോർത്തായി. ഡോക്ടർ വീരേന്ദ്രകുമാർ. ഇത്രയും ഇപ്പം രണ്ടാമതൊന്ന് പറഞ്ഞതുകൂടി ജസ്റ്റ് ഒന്ന് നോട്ടീസ് നോക്കാം. മനോഹർ ലാൽ ഖട്ടർ ഏതാണ്? ഭവന നഗരകാര്യം ഊർജ്ജവുമാണ്. HD കുമാരസ്വാമി ഹെവി ഇൻഡസ്ട്രീസും സ്റ്റീലുമാണ്. പീയൂഷ് ഗോയൽ ഏതാണ്? വാണിജ്യം വ്യവസായം. പീയൂഷ് ഗോയൽ വാണിജ്യം വ്യവസായം. ധർമ്മേന്ദ്ര പ്രധാൻ എന്താണ്? വിദ്യാഭ്യാസമാണ്. ധർമ്മേന്ദ്ര പ്രധാൻ വിദ്യാഭ്യാസം. ജിതൻ റാം മാഞ്ചി ഏതാണ്? സൂക്ഷ്മ ചെറുകിട ഇടത്തര വ്യവസായമാണ് ജിതൻ റാം മാഞ്ചി. അടുത്ത രാജീവ് രഞ്ജൻ സിംഗ് പഞ്ചായത്ത് ഫിഷറീസ് മൃഗസംരക്ഷണം ക്ഷീരവികസനം.
സർബാനന്ദ സോനോവാൾ തുറമുഖം ഷിപ്പിംഗ് ജലപാത. ഡോക്ടർ വീരേന്ദ്രകുമാർ സാമൂഹിക നീതി ശാക്തീകരണം. ഓക്കെ, കിട്ടുമല്ലോ ഇത്രയും. ഇപ്പോൾ തീർന്നിട്ടില്ല, ഇനിയുണ്ട്. നമ്മൾ നേരത്തെ പറയാനായിട്ട് കിഞ്ചരഞ്ജ രാബു, രാം മോഹൻ നായിഡു. പേരുകളൊന്നും വായിൽ പറഞ്ഞില്ല. ഇതാണ് റാം മോഹൻ നായിഡു. എന്താണ്? വ്യോമയാനം. എല്ലാവർക്കും പറക്കാൻ ഒരു മോഹം കാണൂലേ? അത്രയേ ഉള്ളൂ. മോഹൻ കാണും. എന്താണ്? പറക്കാൻ. വ്യോമയാനം. അടുത്താണ് പ്രഹ്ലാദ് ജോഷി. എന്താണ്? ഉപഭോക്തൃകാര്യം, ഭക്ഷ്യ പൊതുവിതരണം, ന്യൂ ആൻഡ് റിന്യൂവബിൾ എനർജി. ഓക്കെ, പ്രഹ്ലാദ് ജോഷി. ഉപഭോക്തൃകാര്യം, ഭക്ഷ്യ പൊതുവിതരണം, ന്യൂ ആൻഡ് റിന്യൂവബിൾ എനർജി. ജുവൽ ഓറം. ഓക്കെ, ആദിവാസി ക്ഷേമം, ഗോത്രകാര്യം. ആ പേരിൽ തന്നെ ഒരു വെറൈറ്റി ഇല്ലേ? അപ്പം അതങ്ങ് ഓർത്തായി. ഗോത്രം, ഓറം, എന്തെങ്കിലുമൊക്കെ വെച്ച് കണക്ട് ചെയ്യുക. ജുവൽ ഓറം, ആദിവാസി ക്ഷേമം, ഗോത്രകാര്യമാണ്. അതുപോലെ തന്നെ ഗിരിരാജ് സിംഗ് എന്താണ്? ടെക്സ്റ്റൈൽസ് ആണ്. ടെക്സ്റ്റൈൽസ് ഇതെങ്ങനെ ഓർക്കാം? നമ്മുടെ ഗിരിരാജൻ കോഴീനെ ഓർത്താൽ. ഗിരിരാജൻ കോഴി എന്താണ്? സൈറ്റ് അടിക്കാനൊക്കെ അല്ലേ പോണത് ആൾ. അപ്പം ഓർക്കും എന്താണ്? അവൻ സ്റ്റൈലായിട്ട് നടക്കും. സ്റ്റൈൽ. ഓക്കെ, ടെക്സ്റ്റൈൽസ്. ഓക്കെ, ഗിരിരാജൻ കോഴിയൊക്കെ സ്റ്റൈലായിട്ട് നടക്കുന്ന ഓർത്താൽ. ഗിരിരാജ് സിംഗ് ടെക്സ്റ്റൈൽസും ആണ്. അടുത്താണ് അശ്വിനി വൈഷ്ണവ്. എന്താണ്? റെയിൽവേ, ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി. ഓക്കെ, അശ്വിനി വൈഷ്ണവ്. റെയിൽവേ, ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജിയാണ്. അടുത്താണ് ജ്യോതിരാദിത്യ എം സിന്ധ്യ. ഓക്കെ, ജ്യോതിരാദിത്യ എം സിന്ധ്യ. എന്താണ്? വാർത്താവിനിമയം, വടക്ക് കിഴക്കൻ മേഖലയുടെ വികസനം. ജ്യോതിരാദിത്യ എം സിന്ധ്യ. വാർത്താവിനിമയം, വടക്ക് കിഴക്കൻ മേഖലയുടെ വികസനമാണ്. അടുത്താണ് ഭൂപേന്ദ്ര യാദവ്. എന്താണ്? വനം, പരിസ്ഥിതി, കാലാവസ്ഥ വ്യതിയാനം. വനം, പരിസ്ഥിതി, കാലാവസ്ഥ വ്യതിയാനം, ഭൂപേന്ദ്ര യാദവ്. അടുത്താണ് ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത്. എന്താണ്? ഗജേന്ദ്രം, സാംസ്കാരികം, ടൂറിസം. ഓക്കെ, നമുക്ക് ഗജേന്ദ്രം എന്താണ്? ഗജം ഓർത്താൽ. ഗജം എന്തോന്നാണ്? ആനയല്ലേ? ആന നമ്മുടെ സംസ്കാരത്തിൻ്റെ ഒരു ഭാഗമല്ലേ? ഏതാണ്? തൃശ്ശൂർ പൂരത്തിനൊക്കെ എന്താണ്? നമ്മുടെ സംസ്കാരമല്ലേ തൃശ്ശൂർ പൂരം. അപ്പോൾ അതിൽ ആനകളാണ് അണിനിരക്കുന്നത്. അപ്പം അത് സാംസ്കാരികം, നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. തൃശ്ശൂർ പൂരം കാണാൻ നിറച്ച് ടൂറിസ്റ്റുകൾ വരും. അതും ഓർത്താൽ. ടൂറിസം. അപ്പം ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത്, സാംസ്കാരികം, ടൂറിസം. ഇപ്പം പറഞ്ഞത് ഒന്നുകൂടി ജസ്റ്റ് ഓട്ടിക്കാം. രാം മോഹൻ നായിഡു, വ്യോമയാനം. പ്രഹ്ലാദ് ജോഷി, ഉപഭോക്തൃകാര്യം, ഭക്ഷ്യ പൊതുവിതരണം, ന്യൂ ആൻഡ് റിന്യൂവബിൾ എനർജി. ജുവൽ ഓറം, ആദിവാസി ക്ഷേമം, ഗോത്രകാര്യം. ഗിരിരാജ് സിംഗ്, ടെക്സ്റ്റൈൽസും. അശ്വിനി വൈഷ്ണവ്, റെയിൽവേ, ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി. ജ്യോതിരാദിത്യ എം സിന്ധ്യ, വാർത്താവിനിമയം, വടക്കുകിഴക്കൻ മേഖലയുടെ വികസനം. ഭൂപേന്ദ്ര യാദവ്, വനം, പരിസ്ഥിതി, കാലാവസ്ഥ വ്യതിയാനം. അതേപോലെ ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത് എന്താണ്? സാംസ്കാരികം, ടൂറിസം. അവസാനത്തെ സെക്ഷനാണ് അന്നപൂർണ ദേവി. എന്താണ്? വനിത, ശിശു വികസനം. ഓക്കെ, അന്നപൂർണ ദേവി, വനിത, ശിശു വികസനം. എന്താണ്? ശിശുക്കൾ, കൊച്ചുങ്ങളൊക്കെ കിട്ടണം. എന്താണ്? ഒരു ദേവീരെ ഭാഗ്യം എന്നോർത്താൽ. ദേവീരെ കടാശം കൊണ്ടാണ് നമുക്ക് കുട്ടികളൊക്കെ കിട്ടണത്. ദേവി. അപ്പം ശിശു വികസനം, ദേവി, അന്നപൂർണ ദേവി. അതുപോലെ ദേവി എന്ന് വെച്ചാൽ അറിയാമല്ലോ, വനിതയല്ലേ ദേവി. ഇപ്പോൾ വനിത ശിശു വികസനം, അന്നപൂർണ ദേവി. അടുത്ത കിരൺ റിജിജു. എന്താണ്? പാർലമെൻ്ററി കാര്യം, ന്യൂനപക്ഷം ആണ്. ഓക്കെ, കിരൺ റിജിജു, പാർലമെൻ്ററി കാര്യം, ന്യൂനപക്ഷമാണ്. ഹർദീപ് സിംഗ് പൂരി. എന്താണ്? പെട്രോളിയം, പ്രകൃതിവാദം. ഓക്കെ, ഹർദീപ് സിംഗ് പൂരി, പെട്രോളിയം, പ്രകൃതിവാദം. എന്താണ്? പൂരി ഉണ്ടാക്കാൻ എന്ത് ചെയ്യണം? ഗ്യാസ് വേണ്ടേ? പൂരി ഉണ്ടാക്കാൻ ഗ്യാസ് വേണ്ടേ? അതായത് പ്രകൃതിവാദവും പെട്രോളിയം അങ്ങനെ കണക്ട് ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ, ഹർദീപ് സിംഗ് പൂരി. അടുത്താണ് മൻസുഖ് മാണ്ഡവ്യ. എന്താണ്? തൊഴിൽ, യുവജനകാര്യം, കായികം. മൻസുഖ് മാണ്ഡവ്യ, തൊഴിൽ, യുവജനകാര്യം, കായികം. എന്താണ്? ഒരു ശരാശരി PSC പഠിക്കുന്ന ഉദ്യോഗാർത്ഥിക്ക് മനസ്സിന് സുഖം കിട്ടുന്നത് എപ്പോഴായിരിക്കും? ശരാശരി PSC പഠിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിക്ക് മനസ്സിന് സുഖം കിട്ടുന്നത് ഒന്നേ അവൻ എന്താണ്? തൊഴിൽ കിട്ടുമ്പോൾ, ജോലി കിട്ടുമ്പം, അല്ലെങ്കിൽ അവൻ കളിക്കാൻ പോകുമ്പോൾ. കായികം. ഓക്കെ, തൊഴിൽ, കായികം, പിന്നെ യുവജനകാര്യം. ഇതെല്ലാം എന്താണ്? യുവജനങ്ങൾക്ക് വേണ്ടിയാണ്. ജി കിഷൻ റെഡ്ഡി. എന്താണ്? കൽക്കരി ഖനി. ഓക്കെ, കൽക്കരി ഖനിയാണ് ജി കിഷൻ റെഡ്ഡി. അടുത്താണ് ചിരാഗ് പസ്വാൻ. എന്താണ്? ഭക്ഷ്യ സംസ്കരണ വ്യവസായം. ചിരാഗ് പസ്വാൻ, ഭക്ഷ്യ സംസ്കരണ വ്യവസായം. CR പട്ടീൽ. എന്താണ്? ജലശക്തിയാണ്. ഓക്കെ, എന്താണ്? പട്ടീനെ കുളിപ്പിക്കുന്ന ജലം കൊണ്ടുവന്നോർത്തായി. ജലശക്തി. CR പട്ടീൽ, ജലശക്തി.
അവസാനത്തെ ഭാഗം ഒന്നുകൂടി നോക്കാം. അന്നപൂർണ ദേവി, വനിതാ ശിശു വികസനം. കിരൺ റിജു, പാർലമെൻ്ററി കാര്യം ന്യൂനപക്ഷം. ഹർദീപ് സിംഗ് പൂരി, പെട്രോളിയം പ്രകൃതിവാതകം. മൻസുഖ് മാണ്ഡവ്യ, തൊഴിൽ യുവജനകാര്യം കായികം. കിഷൻ റെഡ്ഡി, കൽക്കരി ഖനി. ചിരാഗ് പസ്വാൻ, ഭക്ഷ്യ സംസ്കരണ വ്യവസായം. CR പട്ടീൽ, ജലശക്തി. അപ്പോൾ ഇത്രയാണ് നമ്മുടെ കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിമാരുടെ ലിസ്റ്റ്. അപ്പം ഇത്രയും ജസ്റ്റ് കാര്യങ്ങളൊന്ന് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് കേട്ടുപോകുക. നമുക്കിനി ബാക്കി കുറച്ച് ഡീറ്റെയിൽസ് കൂടി നോക്കാം. ഇമ്പോർട്ടൻ്റ് ആണ് ഇവയെല്ലാം. അപ്പം നിങ്ങൾ ഇതെല്ലാം 1, 2, 3 തവണ ഒന്ന് കേട്ടു നോക്കണം. കാരണം അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യമാണ്. ഒരു പോയിൻ്റ് പോലും മാറ്റി വയ്ക്കേണ്ട കാര്യമില്ല. കേന്ദ്രമന്ത്രിമാർ മാത്രം പഠിച്ചിട്ട് പോയാൽ പോരാ, എല്ലാ കാര്യങ്ങളും നമ്മൾ ഫാക്റ്റുകൾ പഠിക്കണം. അടുത്തതാണ് റാവു ഇന്ദർജിത്ത് സിംഗ്. എന്താണ്? സ്വതന്ത്ര ചുമതലയുള്ള മന്ത്രിമാരാണ്. റാവു ഇന്ദർജിത്ത് സിംഗ്. ചുമതലകൾ ജസ്റ്റ് ഒന്ന് കേട്ട് വയ്ക്കുക. സ്റ്റാറ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെൻറ്റേഷൻ മന്ത്രാലയത്തിൻ്റെ സഹമന്ത്രി. അതുപോലെ ആസൂത്രണ മന്ത്രാലയത്തിൻ്റെ സഹമന്ത്രി. സാംസ്കാരിക മന്ത്രാലയത്തിൻ്റെ സഹമന്ത്രി. അപ്പോൾ ഇത്രയും ഒന്ന് നോക്കണം. റാവു ഇന്ദർജിത്ത് സിംഗ് ആണ്. അതുപോലെയാണ് ഡോക്ടർ ജിതേന്ദ്ര സിംഗ്. എന്താണ്? ശാസ്ത്ര സാങ്കേതിക മന്ത്രാലയത്തിൻ്റെ സഹമന്ത്രി. ശാസ്ത്ര സാങ്കേതിക മന്ത്രാലയത്തിൻ്റെ സഹമന്ത്രി. ഭൗമശാസ്ത്രം സംസ്ഥാന മന്ത്രി. അതുപോലെ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ സഹമന്ത്രി. പേഴ്സണൽ പബ്ലിക് ഗ്രീവൻസ് പെൻഷൻ മന്ത്രാലയത്തിലെ സഹമന്ത്രി. ആണവോർജ വകുപ്പിലെ സഹമന്ത്രി. ബഹിരാകാശ വകുപ്പിലെ സഹമന്ത്രി. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതാണ് എത്ര സഹമന്ത്രിമാരുണ്ടെന്നാണ് പറഞ്ഞത്. എത്രയാണ്? സ്വതന്ത്ര ചുമതലയുള്ള എത്ര സഹമന്ത്രിമാരുണ്ടെന്നാണ് പറഞ്ഞത്? 5 പേരാണ്. 5 പേരിൽ രണ്ടാമത്തെ ആളാണ്. സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രിമാരാണ് 5 പേര്. അതിൽ രണ്ടാമത്തെ ആളാണ് ജിതേന്ദ്ര സിംഗ്. ആദ്യത്തെ ആളാണ് ഇന്ദർജിത്ത് സിംഗ്. ജിതേന്ദ്ര സിംഗ് പഠിച്ചു. അതേപോലെ മൂന്നാമത്തെ ആളാണ് ശ്രീ അർജുൻ റാം മേഘ്വാൾ. നിയമനീതി മന്ത്രാലയത്തിൻ്റെ സഹമന്ത്രി. അതുപോലെ തന്നെ പാർലമെൻ്ററി കാര്യ മന്ത്രാലയത്തിൻ്റെ സഹമന്ത്രിയാണ് ശ്രീ അർജുൻ റാം മേഘ്വാൾ. നാലാമത്തെ ആളാണ് ശ്രീ ജാദവ് പ്രതാപറാവു ഗണപതി റാവു. ആയുഷ് മന്ത്രാലയത്തിൻ്റെ സഹമന്ത്രി. ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിൻ്റെ സഹമന്ത്രി ശ്രീ ജാദവ് പ്രതാപറാവു ഗണപതി റാവു. അവസാനത്തെ സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രിയാണ് ശ്രീ ജയന്ത് ചൗധരി. നൈപുണ്യ വികസന സംരംഭകത്വ മന്ത്രാലയത്തിൻ്റെ സഹമന്ത്രി. വിദ്യാഭ്യാസ മന്ത്രാലയത്തിൻ്റെ സഹമന്ത്രി. ഇതൊക്കെ ഇനി ഡിഗ്രി ലെവലിലേക്ക് കേൾക്കാൻ സാധ്യതയുള്ളൂ. എന്നാലും നിങ്ങളൊന്ന് നോക്കി വയ്ക്കണം. ഈ പേരുകളൊന്ന് നോക്കി വയ്ക്കണം. ഈ 5 സഹമന്ത്രിമാരുടെ പേരുകളൊന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കണം. അത് നമ്മുടെ സുരേഷ് ഗോപിനെ കുറിച്ച് പഠിക്കാം. എന്താണ്? കേരളത്തിൽ നിന്നുള്ള സഹമന്ത്രിമാരിൽ ഒരാളാണ് സുരേഷ് ഗോപി. നോക്കി വയ്ക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയത്തിലെ സഹമന്ത്രി. ടൂറിസം മന്ത്രാലയത്തിലെ സഹമന്ത്രി. അതിൻ്റെയൊക്കെയാണ് പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം. അതുപോലെ ടൂറിസത്തിലെ സഹമന്ത്രിയാണ്. കൊല്ലം സ്വദേശിയാണ്. പക്ഷേ മത്സരിച്ച് എവിടെയാണ്? നമ്മുടെ തൃശ്ശൂരിലാണ്. ജന്മസ്ഥലം എന്നാണ് കൊല്ലമാണ്. മലയാളം, തമിഴ്, കന്നഡ, തെലുങ്ക്, ഹിന്ദി ഭാഷകളിലായി 250 ഏറെ സിനിമകൾ അഭിനയിച്ചു. 1998 ജയരാജ് സംവിധാനം ചെയ്ത കളിയാട്ടത്തിലെ അഭിനയത്തിന് മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം ലഭിച്ചു. കളിയാട്ടം 98 ജയരാജ്. കേരളത്തിൽ പാർലമെൻറ്റ് സീറ്റ് നേടുന്ന ആദ്യ BJP സ്ഥാനാർത്ഥിയാണ് സുരേഷ് ഗോപി. പാർലമെൻറ്റ് സീറ്റ് നേടുന്ന ആദ്യത്തെ BJP സ്ഥാനാർത്ഥിയാണ് സുരേഷ് ഗോപി. തൃശ്ശൂർ ലോക്സഭാ സീറ്റിൽ 74,686 ഇമ്പോർട്ടൻ്റ് ആണ്. വോട്ടുകൾ ഭൂരിപക്ഷത്തിൽ ജയിച്ചു. 74,686. മൊത്തം 4,12,338 വോട്ട് നേടി. അതായത് 37.8%. 2016 മുതൽ 2022 വരെ രാജ്യസഭ അംഗമായിരുന്നു. 2019 BJPയിൽ ചേർന്നത്. 2019 പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിലും 2021 നിയമസഭാ തിരഞ്ഞെടുപ്പിലും തൃശ്ശൂരിൽ മത്സരിച്ച് തോറ്റു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ സുരേഷ് ഗോപിയുമായി പഠിക്കേണ്ടത്. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആണ് പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയത്തിലെ സഹമന്ത്രി. ടൂറിസം സഹമന്ത്രിയാണ്. കൊല്ലം സ്വദേശി. അവാർഡ് ലഭിച്ചത് ദേശീയ അവാർഡ് 98 ജയരാജിൻ്റെ കളിയാട്ടത്തിലൂടെയാണ്. ഭൂരിപക്ഷം എത്രയാണ്? ഭൂരിപക്ഷം 74,686 ആണ്. 74,686 ആണ്. അടുത്ത രണ്ടാമത്തെ മന്ത്രിയാണ് നമ്മുടെ ജോർജ് കുര്യൻ. ശ്രീ ജോർജ് കുര്യൻ. ന്യൂനപക്ഷകാര്യ മന്ത്രാലയത്തിലെ സഹമന്ത്രി. ഫിഷറീസ്, മൃഗസംരക്ഷണം, ക്ഷീരവികസന മന്ത്രാലയത്തിലെ സഹമന്ത്രി. നോട്ട് വയ്ക്കണം. ഫിഷറീസ് വകുപ്പ്, മൃഗസംരക്ഷണം, ക്ഷീരവികസന മന്ത്രാലയത്തിലെ സഹമന്ത്രി. അപ്പം ആ പോയിന്റുകളൊന്ന് ജസ്റ്റ് നോക്കിക്കണം ഏതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റുകളാണ്. അപ്പോൾ ബാക്കി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്റ്റുകൾ നോക്കാം. 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ BJPക്ക് കേവല ഭൂരിപക്ഷം നേടാനായില്ല. കേവല ഭൂരിപക്ഷത്തിന് എത്രയാണ്?
272 സീറ്റുകൾ നേടിയ 272 സീറ്റുകൾ നേടിയതിലാണ് നമുക്ക് ഭൂരിപക്ഷം ലഭിക്കാവുന്നത്. ഓക്കെ, അതായത് 50% സീറ്റ് 272% സീറ്റുകൾ നേടി 272 സീറ്റുകൾ നേടിയാലേ നമുക്ക് ലോകസഭയിൽ ഭൂരിപക്ഷം കിട്ടൂ. പക്ഷേ BJPക്ക് ആണെങ്കിൽ എന്താണ് ഈ വർഷം കേവല ഭൂരിപക്ഷം പക്ഷേ നേടാനായില്ല. അതിനാൽ എന്താണ് സഖ്യകക്ഷികൾ ഇടയ്ക്ക് വേറെ കുറച്ച് സഖ്യകക്ഷികളോട് ചേർത്ത് അവരുടെ MPമാരെയും കൂടി ക്യാബിനറ്റിൽ ഉൾപ്പെടുത്തിയാണ് നമ്മുടെ BJP പ്രാവശ്യം NDA എന്താണ് മന്ത്രിസഭ രൂപീകരിച്ചിട്ടുള്ളത്. JDS നേതാവ് HD കുമാരസ്വാമി, ഇമ്പോർട്ടൻ്റ് ആണ് ഇതൊക്കെ. HAM മേധാവി ജിതൻ റാം മാഞ്ചി, അതേപോലെ JDU നേതാവ് രാജീവ് രഞ്ജൻ സിംഗ്, അതുപോലെ TDPയുടെ K രാംമോഹൻ നായിഡു, LJPRV നേതാവ് ചിരാഗ് പസ്വാൻ കുമാരസ്വാമിയും മാഞ്ചിയും യഥാക്രമം കർണാടകയുടെയും ബീഹാറിൻ്റെയും മുൻ മുഖ്യമന്ത്രിമാരാണ്. ഏറ്റവും കൂടുതൽ മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്യപ്പെട്ടത് ബീഹാറിൽ നിന്നാണ്. ഏറ്റവും കൂടുതൽ മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്യപ്പെട്ടത് ബീഹാറിൽ നിന്നാണ്. സത്യപ്രതിജ്ഞ ചടങ്ങിലെ അതിഥികളാണ് നോക്കി വയ്ക്കണം. മാലിദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മുയിസു, ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന, നേപ്പാളിൻ്റെ പ്രധാനമന്ത്രി പുഷ്പ കമൽ ദഹൽ പ്രചണ്ഡ, ശ്രീലങ്കൻ പ്രസിഡന്റ് റനിൽ വിക്രമസിംഗ, മൗറീഷ്യസ് പ്രധാനമന്ത്രിയാണ് പ്രവീന്ദ് കുമാർ, അതുപോലെ ഭൂട്ടാൻ്റെത് ഷെറിംഗ് ടോങ്ബെ, ഷെയ്ൽസോഡ് വൈസ് പ്രസിഡന്റ് അഹമ്മദ് അഫീഫ്. അപ്പോൾ ഇത്രയും പേരാണ് നമ്മുടെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുത്തത്. നോക്കി വയ്ക്കണം കേട്ടോ, ഇതൊക്കെ നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് രീതിയിൽ കേൾക്കാനൊക്കെ സാധ്യതയുള്ളതാണ്. അപ്പം ഇത്രയുമാണ് നമ്മുടെ 2024 പുതിയ ലോകസഭയുമായി ബന്ധപ്പെട്ട കേന്ദ്രമന്ത്രിസഭയുമായി ബന്ധപ്പെട്ട ഇമ്പോർട്ടൻ്റ് കാര്യങ്ങൾ. ഏകദേശം 95% കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട്. ഇനി അബദ്ധവശാൽ മാത്രമേ ഇതിനപ്പുറത്ത് നിന്ന് PSC ചോദിക്കാൻ സാധ്യതയുള്ളൂ. അപ്പം ഈ വീഡിയോ 2-3 തവണ നിങ്ങൾ കാണാൻ ശ്രമിക്കുക, കാരണം അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. പറഞ്ഞ കാര്യങ്ങളൊക്കെ കഴിവതും നോട്ട് എഴുതി വെച്ച് തന്നെ പഠിക്കാനും ശ്രമിക്കുക. ഓക്കെ, കഴിവതും നോട്ട് എഴുതി വെച്ച് തന്നെ പഠിക്കാൻ ശ്രമിക്കുക. അപ്പം മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെയും ബൈ.